നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂടാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾക്ക്. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ബലാത്സംഗ കേസും ശബരിമല സ്വർണ്ണക്കൊള്ളയുമൊക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയുമാണ്. മുൻകാലത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് പത്രദൃശ്യ മാധ്യമങ്ങൾ തുറന്നാൽ കൂടുതലായും കാണുക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും. പക്ഷേ ഇന്ന് കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്നത്, മാധ്യമങ്ങൾ തുറന്നാൽ കാണുന്നത് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ മുന്നണികൾക്ക് തിരിച്ചടിയാകുമോ? വിവാദങ്ങൾ വിധി നിർണയിക്കുമോ? ഈ വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. CPM നേതാവ് KJ ജോസഫ്, കോൺഗ്രസ് നേതാവ് ബൈജു വർഗീസ്, ഒപ്പം BJP നേതാവ് സന്തോഷ് സ്റ്റീഫൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മൂന്നുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബൈജു വർഗീസ്, ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വലിയ വിഷയമാക്കി മാറ്റുകയായിരുന്നു കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനിടയിൽ കിട്ടിയ ഒരു ആയുധമായിരുന്നു UDF-ന്, കോൺഗ്രസിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ A. പത്മകുമാർ ഉൾപ്പെടെ കേസിൽ പ്രതിയായപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു മുൻകൈ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത്. പക്ഷേ ഇടുത്തി കണക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നു. ഇപ്പോൾ ഈ അവസാന നിമിഷം, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ അവസാന ലാപ്പിൽ ആശങ്കയുണ്ടോ UDF-ന്, കോൺഗ്രസിന്? ഞങ്ങൾക്ക് ആശങ്കയുണ്ടോ എന്നതിനപ്പുറം ഈ വിഷയം ആകെ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ ഫോറമേ ഉള്ളൂ. അത് ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് 1100 ചില്ലറ വീടുകളിൽ സന്ദർശിക്കുകയുണ്ടായി. ഒരു വീട്ടിൽ നിന്നെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ആളുകൾ ഈ വിഷയം മാധ്യമങ്ങളിലല്ലാതെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പിന്നോട്ടടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില പ്രത്യേക മാധ്യമങ്ങൾ ഒഴിച്ച് മറ്റെവിടെയും ജനങ്ങൾക്കിടയിൽ ഈ വിഷയമില്ല. ഇന്നലെ ഞാൻ വീട് കയറുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞത്, അവര് വീടിന്റെ മകൾക്ക് വീട് പണിയാൻ വേണ്ടി അവര് പിന്നെ തയ്യാറാക്കി പെർമിറ്റിന് പോകുമ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന നികുതി കൊള്ളയെ കുറിച്ചാണ്. ആളുടെ ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം 11-ാം തീയതി വൈകുന്നേരം 6 മണി വരെ കേരളത്തിലെ കുറച്ച് പത്രമാധ്യമങ്ങളും കുറച്ച് ദൃശ്യമാധ്യമങ്ങളും ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ 13-ാം തീയതി ഉച്ച കഴിയുമ്പോൾ ഫലം വരുമ്പോൾ നികുതി കൊള്ളകളാണ്. അടിസ്ഥാനപരമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് പിണറായി സർക്കാർ കഴിഞ്ഞ 9.5 വർഷം ചെയ്ത ഭീകര കൃത്യങ്ങളാണ്. ആ കൃത്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ, നമുക്കറിയാം, ശബരിമല ക്ഷേത്രത്തിൽ സംബന്ധിച്ച ഏറ്റവും വലിയ കൊള്ള, ആ കൊള്ള ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ചില മരമുറി ചാനലുകളും ആളുകളും മാത്രം നടത്തുന്ന വെറും പബ്ലിസിറ്റിയാണ്. ഇത് ഫീൽഡിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുമ്പോ പോലും ഞാനിപ്പോൾ ഒരു വീട്ടിനടുത്താണുള്ളത്. ഞങ്ങൾക്ക് ആശങ്കയില്ല. ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. ഈ വിവാദങ്ങളൊക്കെ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത്? വെറും മാധ്യമ സൃഷ്ടിയ. ജനങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആലോചിക്കുക. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോ വരാന്ത ഈ കറണ്ട് ബില്ലാണ്. ഈ കറണ്ട് ബില്ല് കയ്യിലെടുത്തിട്ടാണ് ആ ചേച്ചി ചൂടായത്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഈ കറണ്ട് ബില്ലിന്റെ ഉത്തരവാദി ഞങ്ങളല്ല, ഈ കറണ്ട് ബില്ലിന്റെ ഉത്തരവാദി. ശ്രീ ബൈജു വർഗീസ്, കറണ്ട് ബില്ല് LDF ഭരണകാലത്ത് മാത്രമല്ല, UDF ഭരണകാലത്തും ജനങ്ങൾ അടച്ചിട്ടുണ്ട്. ജീവിതത്തെ ബാധിച്ചുകൊണ്ട് ഇതിന്റെ വർധനവിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് 13-ന് റിസൾട്ട് വരുമ്പോ മനസ്സിലാവും UDF-ന്റെ മിന്നും വിജയം. കേരളത്തിലെ ഒരു മരമുറി ചാനലും കുറച്ച് ആളുകളും കൂടി ഉണ്ടാക്കിയ ഈ മാധ്യമ
സിൻഡിക്കേറ്റ് CPM ആണ് ഈ പ്രയോഗം ആദ്യം നടത്തിയത്. അവർ നടത്തിയ ഈ പ്രക്രിയയുടെ ഉത്തരം കേരളത്തിലെ ജനത 13-ാം തീയതി നൽകും. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ KJ ജോസഫ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്, ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമാണ്, അങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് ബൈജു വർഗീസ് പറയുന്നത്. എന്താണ് മറുപടി? ഇതിനകത്ത് ഒരു ഭാഗം ഞാൻ ബൈജുവിനോട് യോജിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ത്രിതല പഞ്ചായത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ജനങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും LDF ഒട്ടും ഈ വിവാദങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞാൻ ഇതിനു മുമ്പും ഇതേ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഇടതുപക്ഷ നേതൃത്വം വളരെ വ്യക്തമായി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ദേശീയപാതയാണ്. ഏതാണ്ട് 95,000 കോടി രൂപ കേന്ദ്ര ഫണ്ടും സ്ഥലമെടുത്തു കൊടുക്കുന്നതിന് 5,000 കോടി സംസ്ഥാനം മുടക്കി 1,00,000 കോടിയുടെ പദ്ധതി ഇടതുപക്ഷം ഇല്ലായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. രണ്ടാമതായി കിംഫി പദ്ധതിയാണ്. ഇപ്പൊ തന്നെ 94,000 കോടി രൂപയുടെ പദ്ധതിക്ക് AS കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 60,000 കോടി രൂപയുടെ വർക്ക് നടക്കുകയാണ്. അത് ഈ ഗവൺമെന്റ് പോകുമ്പോൾ 1,00,000 കോടിയാവും. ഈ 2,00,000 കോടിയുടെ പദ്ധതി ഇവിടെ ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ UDF ആണ് വരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചതാണ്. ഒട്ടേറെ പദ്ധതികൾക്ക് ഉമ്മൻചാണ്ടി കല്ലിട്ടു, അദ്ദേഹം വണ്ടിയിൽ കല്ലുമായി നടന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ കല്ലിട്ട പദ്ധതികളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് തലശ്ശേരി ബ്രിട്ടീഷുകാർ പണിത കോടതി ഉൾപ്പെടെ ഈ ജില്ലയിലെ ഹോസ്പിറ്റലുകള്, സ്കൂളുകള്, റോഡുകളെല്ലാം ചരിത്രത്തിൽ ഈ 9.5 വർഷക്കാലം കൊണ്ടുണ്ടായ വിപ്ലവകരമായ മാറ്റം പോലെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വികസനത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത് എന്ന് നേരത്തെ വ്യക്തമായിട്ടുള്ളതാണ്. ഈ വിവാദങ്ങളിലൊന്നും LDFന് ഒരു കക്ഷിയുമില്ല. ഇപ്പൊ ശബരിമല ഒരു വിഷയമുണ്ടായി, അവിടെ ഒരു പോറ്റി, ഒരു പക്കാ കള്ളൻ, അദ്ദേഹം അവിടെ കയറി നടത്തിയ തിരുമറികളിൽ അറിഞ്ഞോ അറിയാതെയോ പത്മകുമാറിനെ പോലെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടെന്ന് വസ്തുതയാണ്. അത് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് അതൊന്നും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്താൻ ശ്രമിച്ചിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു തരത്തിൽ അത് വിവാദം ഉണ്ടാക്കാൻ UDFനോ UDF നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല. ഇവിടെ മാക്കൂട്ടത്തിന്റെ വിഷയം എന്താണ്? നിങ്ങൾ ഇന്നലെ തന്നെ എടുക്കുക. ഇന്നലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് LDF നേതാക്കന്മാരാണോ? ഈ പറയുന്ന മാക്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു LDF നേതാവ് ഇന്നലെ പ്രസ്താവന ഇറക്കിയോ? എന്നാൽ ഇന്നലെ 12 കോൺഗ്രസ് നേതാക്കന്മാർ, അതിനകത്ത് VM സുധീരനുണ്ട്, ശ്രീ K മുരളീധരനുണ്ട്, ഏതാണ്ട് 8ഓളം വനിതാ നേതാക്കന്മാരുണ്ട്. ആരൊക്കെയാണ് ഇന്നലെ വന്നത്? സാനിമോൾ ഉസ്മാൻ ഇന്നലെ വന്നു. ഇന്നലെ ഒട്ടേറെ വനിതാ നേതാക്കന്മാർ ബിന്ദു കൃഷ്ണ ഇന്നലെ വന്നു. എത്ര വനിതാ നേതാക്കന്മാരാണ് ഇന്നലെ വന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്? അപ്പോൾ കോൺഗ്രസിന്റെ ഒരു KPCC യോഗം ചേർന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നലെ വൈകുന്നേരം 12 കോൺഗ്രസ് നേതാക്കന്മാർ രാഹുലിനെ പുറത്താക്കണമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് വിവാദം ഉണ്ടാക്കുന്നത് ആരാണ്? ഞങ്ങളാണോ? ഞങ്ങൾ ഇന്നലെ ഒരു ഇടതുപക്ഷ നേതാവ് ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്നലെ നിങ്ങൾ പറഞ്ഞ ഒരു ചാനലിൽ മാത്രമല്ല, ഇന്നലെ കേരളത്തിലെ ഏത് ചാനൽ എടുത്താലും കോൺഗ്രസിന്റെ VM സുധീരൻ ഉൾപ്പെടെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന എല്ലാ വനിതാ നേതാക്കന്മാരും വന്ന് പറയുകയാണ് പുറത്താക്കണമെന്ന്. ഇത് പറയേണ്ടത് എവിടെയാണ്? മാധ്യമങ്ങൾക്ക് മുന്നിലാണോ? KPCC യോഗം വിളിച്ചിട്ടില്ലേ ഇവർ പറയേണ്ടത്? അപ്പൊ KPCCക്കും ഹൈക്കമാൻഡിനും വ്യത്യസ്തമായ നിലപാടുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ വന്ന് പറയേണ്ടി വന്നത്? ഇത് വിവാദമായി വരുന്നപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ശ്രീ VD സതീശന്റെ നിയോജകമണ്ഡലംകാരനായ പറവൂരുകാരിയായ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക, സെലിബ്രിറ്റി ആയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകയാണ് ആദ്യമായി ഇത് പൊതുമണ്ഡലത്തിൽ പറയുന്നത്. ഇത് കൃത്യമായിട്ട് കോൺഗ്രസുകാർക്കൊക്കെ അറിയാം. ഇത് VD സതീശൻ സ്പോൺസേഡ് ചെയ്ത ഒരു പൊതുപ്രവർത്തകയാണ്, കോൺഗ്രസുകാരിയാണ്. ശ്രീ KJ ജോസഫ്, താങ്കൾ നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പറഞ്ഞതുപോലെ ഈ A പത്മകുമാർ അതിൽ പെട്ടുപോയതാണ്, അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പെട്ടുപോയതാണെങ്കിലോ? പെട്ടുപോയതാണോ? അങ്ങനെയാണോ? ഒരു സംഭവമാണോ? ഇന്നലെ തന്നെ 2ാമത്തെ കേസ് വന്നു. എത്രയെത്ര കാര്യങ്ങൾ. ഇപ്പം ഇന്നലെ ഷഹനാസ് എന്ന് പറയുന്ന സംസ്കാര സാഹിതി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരു സെലിബ്രിറ്റി നിങ്ങൾ കണ്ടല്ലോ. അവർ പറഞ്ഞത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി പരിഗണിക്കുമ്പോൾ
തന്നെ ഞാൻ പോയി ആരോട് പറഞ്ഞു? അന്നത്തെ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് പറഞ്ഞു, ഇയാളെ പരിഗണിക്കരുത്, കാരണം സ്ത്രീകൾ ധാരാളം പെൺകുട്ടികൾ എനിക്ക് പറയുമ്പോ സന്ദർഭവശാൽ ഒരു കാര്യം പറയാനുണ്ട്, അവസരം തരണം. സമയം തരാം ബൈജു വർഗീസ്, സമയം തരാം, ധാരാളം അവസരം കിട്ടും. അപ്പൊ അതുകൊണ്ട് റിനി ഷാഹനാസ് പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഞാൻ ഷാഫി പറമ്പിലിനോട് പറഞ്ഞതാണ്. വേറൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇന്നലെ ഷെമാ മുഹമ്മദ്, ഇവരുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ചാനലിൽ വന്ന് പ്രവർത്തിക്കുന്ന ഷെമാ മുഹമ്മദിന്റെ വീഡിയോ ഇന്നലെ എല്ലാ ചാനലുകളിലും വന്നല്ലോ. ഇവരെല്ലാം പറഞ്ഞത്, സ്ത്രീകളായിട്ടുള്ള കോൺഗ്രസിന്റെ എന്റെ പ്രിയപ്പെട്ട പഴയ സഹോദരിമാരെല്ലാം പറഞ്ഞത്, ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി പരിഗണിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ്, ഇത്തരത്തിൽ ഇയാൾ ഒരു ഹണ്ടറാണ്, ഒരു വേട്ടക്കാരനാണ്, ഇയാൾക്ക് ഒരുപാട് ആളുകളെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അന്നേ ഈ പാർട്ടിക്കാർക്കെല്ലാം അറിയാം. അവസാനം സഹിക്കാൻ വയ്യാണ്ട് പാർട്ടിയിൽ ഇദ്ദേഹം നടത്തിയ ഇത്തരത്തിലുള്ള, ഞാനിതൊന്നും ഒരു മാധ്യമത്തിൽ ഇതിന്റെ ഒന്നും ഭാഷ പറയാൻ എനിക്കറിയത്തില്ല, ഏതായാലും ഇദ്ദേഹം നടത്തിയ ഈ വേട്ട അവസാനിപ്പിക്കണം എന്ന് ആദ്യം തീരുമാനിച്ചത് വി ഡി സതീശനാണ്. ആ വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരി തന്നെ ഇത് പുറത്തുവിട്ടത്. പിന്നീടാണ് പരാതികളൊക്കെ ഈ അടുത്ത കാലത്ത്. എന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ പറയുന്ന മാക്കൂട്ടത്തിനെ തിരിച്ച് സജീവ രാഷ്ട്രത്തിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതാക്കന്മാർ ആലോചിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് കെ സുധാകരൻ പറഞ്ഞത് എന്താ, ഞാൻ അദ്ദേഹത്തോട് ഫോൺ വിളിച്ച് സംസാരിച്ചു, അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യം വന്നു എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം വീക്ഷണം പത്രത്തിൽ മുഖപ്രസംഗം എന്താ പറയുന്നത്, ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമില്ല, ചുമ്മാ കെട്ടിച്ചമച്ച പദ്ധതിയാണ്, ഇത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞ് അദ്ദേഹം പാലക്കാട്ട് പൊതുയോഗങ്ങളിൽ സ്ഥാനാർത്ഥികളോടൊപ്പം കോൺഗ്രസ് പരിപാടികളിൽ സജീവമായി രംഗത്ത് വന്ന ഘട്ടത്തിലാണ് ആദ്യത്തെ പരാതി. ഈ സങ്കടം കണ്ടുകൊണ്ട് ഇത്രയും കോൺഗ്രസിനോട് പരാതി പറഞ്ഞിട്ട്, ഒട്ടേറെ സഹോദരിമാർ പരാതി പറഞ്ഞിട്ട് കോൺഗ്രസ് വീണ്ടും ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ ഒരു പരാതിയാണ് ആദ്യം വന്നത്. വീണ്ടും രണ്ടാമത്തെ പരാതി വന്നു. ഇനി നമ്മൾ തന്നെ ഈ പൊതുമണ്ഡലത്തിൽ ഈ മാധ്യമ രംഗത്ത് എത്രയെത്ര പരാതികൾ ഈ രാഹുൽ മാക്കട്ടിനെ എഴുതി. ഇത് പെട്ടുപോയതാണോ? ഇത് ആർക്കെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അറിയാത്തതാണോ? അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു ഇടതുപക്ഷത്തിന്റെ ബോധ്യം പറയുന്നു, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്നോ അത് രാഷ്ട്രീയ വിഷയമാണെന്നോ ഞങ്ങൾ കാണുന്നില്ല. കഴിഞ്ഞ 9.5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച ഗവൺമെന്റ് നിലയിൽ കഴിഞ്ഞ 9.5 വർഷക്കാലം നടത്തിയ സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അല്ലെ? 64 ലക്ഷം ഏതാണ്ട് 31 ലക്ഷം ആളുകൾ, സ്ത്രീകൾക്ക് ഇപ്പൊ 1000 രൂപ. ശരി ബൈജു വർഗീസ്, ഞാൻ ഇടവേളയ്ക്ക് ശേഷം ബൈജു വർഗീസിലേക്ക് വരാം. എനിക്ക് BJP പ്രതിനിധിയിലേക്ക് കൂടി പോകണം. ശ്രീ സന്തോഷ് സ്റ്റീഫൻ, LDF പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ചർച്ചയാവുന്നില്ല, UDF പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ചർച്ചയാവുന്നില്ല. പക്ഷേ നിഷ്പക്ഷരായ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് വിവാദങ്ങൾ തന്നെയാണ്. ഇത് BJPക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ 2 സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ 2 ഭാഗത്തും ഇടതും വലതുമായിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. നിങ്ങൾ കാലങ്ങളിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുക. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഇലക്ഷനെ നേരിടുന്ന ഒരു പതിവ് തന്ത്രം എല്ലാ കാലത്തും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറഞ്ഞത് കോൺഗ്രസ് പ്രസ്ഥാനം അവരുടെ യുവ മുഖമായിട്ട് വളർത്തിക്കൊണ്ട് ഭാവി മുഖ്യമന്ത്രിയൊക്കെ ആക്കി വളർത്തിക്കൊണ്ട് വന്നൊരു നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനം ഒരുപാട് മുമ്പേ ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെയുള്ള കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവര് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാല് കേരളത്തിലെ സ്ത്രീജനങ്ങളോട് കാണിക്കുന്ന അപമാനകരമായ ഒരു പ്രവൃത്തിയാണ്. സ്ത്രീകളുടെ അന്തസ്സിന് ഓട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള വ്യക്തികളെ ഇവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് കോൺഗ്രസിന്റെ ഉള്ളിലെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ആൾക്കാരും അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും മഹിളാ കോൺഗ്രസ്സുകാരൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് പൊതുജനത്തിന് മുമ്പ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. പിന്നെ പാലക്കാട് ചർച്ച ചെയ്യാം, അല്ലാതെ ഇത് ഈ പൊതുസമൂഹത്തിന് വീറുന്ന ഒരുപാട് വിഷയങ്ങൾ
കേൾക്കാമോ? തുറന്നോളൂ. പൊതുസമൂഹത്തിന്റെ നീറുന്ന ഒരുപാട് വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ട് ഇവിടെ. ആ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെ മാത്രം ഇരു മുന്നണികളും ജനത്തെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങൾ മുന്നേറുമ്പോൾ ആ വികസനങ്ങളിൽ ആ ക്ഷേമ പദ്ധതികളുമെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകണം. ഞങ്ങളെ സംബന്ധിച്ച് അതാണ് പ്രധാന ലക്ഷ്യം. പക്ഷേ ശ്രീ സന്തോഷ് സ്റ്റീഫൻ, ഈ SIR-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. SIR ചർച്ച ചെയ്യാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ക്ഷേമവും വികസനവുമാണ്, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതും. അതിന് ഒരു മാറ്റമില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, വിവാദ വിഷയങ്ങളോട് സംസാരിക്കാനൊന്നും BJP എന്ന പ്രസ്ഥാനത്തിന് സമയമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ തരത്തിലുള്ള വർദ്ധിപ്പിച്ചു. എങ്കിൽ വെള്ളക്കരം, ഭൂനികുതി വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിച്ചു. ഒരു പെരപണിയണമെങ്കിൽ സാധാരണക്കാരൻ ബുദ്ധിമുട്ടുന്നില്ലേ? എല്ലാ തരത്തിലും ഇവിടെ നിശ്ചയ സാധനങ്ങളുടെ വില എത്ര എത്തി, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ജനത്തിന് വന്യമൃഗ ശല്യം കൊണ്ട് കർഷകർ ബുദ്ധിമുട്ടി കിടക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ആർക്കും സമയമില്ല. ഇത്തരം വിവാദപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങള് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യമില്ല, വികസനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ SIR-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 2002 നടപ്പിലാക്കിയതാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാലാകാലങ്ങളിൽ മരണപ്പെട്ടു പോയവരെയും അനധികൃതമായി ഇവിടേക്ക് കടന്നുകൂടിയ ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ കേരളത്തില് അതിതൊഴിലാളി എന്ന് പറയുന്ന വിഭാഗം ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിലുണ്ട്. 60 ലക്ഷത്തോളം വ്യാജ ആധാർ കാർഡുകൾ ഇവിടെയുണ്ട്. ഇവരൊക്കെ വോട്ടർ പട്ടികയിൽ കയറിയിട്ടുണ്ടാവും. അവരെയൊക്കെ നീക്കം ചെയ്യണം. ഈ വോട്ട് അതാത് സ്ഥലത്തുള്ളവർക്ക് മാത്രമുള്ളതാണ്. കേന്ദ്രത്തിലാണ് വോട്ട് ഇന്ത്യൻ പൗരനുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ഇവിടെ വോട്ട് നഷ്ടപ്പെടുകയില്ല. അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഇടതും വലതും ആളുകളില് തെറ്റായ സന്ദേശം കൊടുത്ത് തെറ്റായ നറേറ്റീവ് സൃഷ്ടിച്ച് ഭീതി പടർത്തി പണിയെടുക്കാതെ വോട്ട് മേടിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് അവർ ചെയ്യുന്നത്. രണ്ടു കൂട്ടർക്കും ചെയ്യാനത് അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും പറഞ്ഞ് വോട്ടർമാരെ നേരിട്ടെ അതിനെ ഞങ്ങൾ അംഗീകരിക്കും. വികസനവും നല്ല പ്രവൃത്തികൾ ആര് ചെയ്താലും അംഗീകരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദപരമായ കാര്യങ്ങളും മാറിയുന്നുണ്ട്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ധൈര്യവും ആർജവും ഈ ഇടതും വലതും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ബൈജു വർഗീസ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം മാധ്യമ സൃഷ്ടി മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അതിരൂക്ഷമായ ഭാഷയിൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്? അതിന്റെ ഒരു കാരണം ഞാൻ വ്യക്തമാക്കാം. എനിക്ക് സമയം തരണം. KJ നേരത്തെ പറഞ്ഞപ്പോ വളരെ അവാസ്തവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുകയുണ്ടായി. ഞങ്ങള് ഒരു വിഷയത്തെ സമീപിക്കുന്നത് തീവ്രതയുടെ സ്കെയിൽ അളന്നിട്ടല്ല. ഞങ്ങൾ ഒരു വിഷയത്തെ സമീപിക്കുന്നത് മുകേഷിൻ്റെത് തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും രാഹുലിൻ്റെത് തീവ്രത കൂടിയതും എന്ന് പറഞ്ഞൊരു സ്കെയിലും മീറ്ററും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഇതിന്റെ എല്ലാത്തിനും ഒരുപോലെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരു പാർട്ടി എടുക്കാത്ത മാതൃകാപരമായ നിലപാടെടുത്തു. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാക്കി മാറ്റി, പാർട്ടിയുടെ സർവ്വവേദിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. പക്ഷേ മാധ്യമ സൃഷ്ടി മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത്? ഞാൻ ഒഴിപ്പിക്കട്ടെ. സമാനമായ കേസിൽ CPIM എടുത്ത നിലപാടെന്താ? മുകേഷിന്റെ കേസിലെടുത്ത നിലപാടെന്താ? മറ്റുള്ളവരുടെ കേസിലെടുത്ത നിലപാടെന്താ? തീവ്രതയുടെ സ്കെയിലുമായിട്ട് പോവല്ലേ ചെയ്തത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ തീവ്രതയെ അളന്നുകൊണ്ട് നിലപാടെടുക്കാമെന്നും ഈ KJ ജോസഫ് പറയുന്ന CPM-ന്റെ മഹിളാ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം എന്താണ്? മുകേഷിന്റെ പീഡനമായിട്ട് ഞങ്ങൾ കാണുന്നില്ല, അതിന് തീവ്രത കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയതാണ്. കേരള സമൂഹത്തിൽ ഇത്രയ്ക്കും തരംതാണ, ഇത്ര സംസ്കാരരഹിതമായ, ഇത്ര ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നിലപാടെടുത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? അവരൊരു മഹിളാ സംഘടനയുടെ നേതാവല്ലേ? അവരെ ആ സംഘടനയിൽ വെച്ചിരിക്കാൻ പാടില്ല. ആ നിമിഷം അവരെ ആ കസേരയിൽ നിന്ന് ഇറക്കി വിടണ്ടേ? CPM എന്താ ആ കാര്യത്തിൽ പ്രതികരിക്കാത്തത്? ഇങ്ങനെ CPM പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റപ്പെട്ടതും
അതങ്ങനെ വിഷയമല്ലാത്തതും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ സംഘടന എടുക്കുന്ന ഒരു നിലപാടെടുക്കാൻ ഈ ജന്മം കണ്ട CPM-ന് സാധിക്കില്ല. പിന്നെ BJP പ്രതിനിധി പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. UP-ലെ BJP-യുടെ മഹാനായ നേതാവ് സെക്സ് എന്താ പറയേണ്ടത് വലിയ റാക്കറ്റിൻ്റെതായിട്ട് കഴിഞ്ഞ ദിവസം പിടികൂടിയ സംഭവം നിങ്ങൾ മനസ്സിലാക്കി കാണും. എന്താ പറയേണ്ടത് ആയുർവേദ സ്പായുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സെക്സ് ബിസിനസ് നടത്തി BJP നേതാക്കന്മാരെ ഉത്തരേന്ത്യ പലയിടത്തും പിടിപെടുവാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആ കൃത്യവും സുതാര്യവുമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഭിപ്രായം പറയണം. ഞങ്ങൾ CPM അല്ല. ഞങ്ങളുടെ പാർട്ടി തെറ്റ് കണ്ടാൽ തിരുത്താനും പറയാനും അതൊക്കെയുള്ള അവകാശവും എല്ലാം ഞാൻ ജനാധിപത്യ സംവിധാനം വെച്ച് പൊറപ്പിക്കുന്നു. അല്ലാതെ എല്ലാത്തിനും നേരെ കണ്ണടക്കലല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം കിട്ടിയ പരാതി ആ നിമിഷം 10 മിനിറ്റ് പോലും വൈകാതെ പോലീസിന് കൈമാറിയ പാർട്ടി ചെയ്ത് അന്വേഷിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും CPM-ന്റെ ചുമതലയാണ്, അല്ലാതെ ഞങ്ങളുടെ ചുമതലയല്ല. ഞങ്ങളാരും അതിന്റെ ഉത്തരവാദിത്വവുമില്ല. പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ഒരു മറമുറി ചാനലുകാർ മാത്രം ഈ വിചാരിച്ചാലൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചിന്താധാരകളെ മാറ്റാൻ കഴിയില്ല. ശബരിമല പോലെയുള്ള കോടിക്കണക്കിന് ഭക്തന്മാർ ഈ മണ്ഡലകാലത്ത് നോമ്പ് നോറ്റ് പോകുന്ന പവിത്ര പുരാണ പുണ്യ ആ ക്ഷേത്രത്തിൽ കയറി കൊള്ളയടിച്ച് മുഴുവൻ സ്വത്തും അടിച്ചു മാറ്റി ആ ക്ഷേത്രത്തെ ബൈജു വർഗീസ്, ആ വിഷയത്തിൽ KJ ജോസഫിന്റെ പ്രതികരണം താങ്കൾ കേട്ട് കാണും. പോറ്റി നടത്തിയ തട്ടിപ്പാണ്, അതിൽ പത്മകുമാർ പെട്ടുപോയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ ഒരു സരിത ഏതോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരു വനിത ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആ ഫോട്ടോ വെച്ച് ഈ നാട് നീളെ ഉമ്മൻചാണ്ടി സാറിന് ഇവർ എന്താ ചെയ്തത്? അങ്ങനെയാണ് പത്മകുമാറും പോറ്റിയും എല്ലാം ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഈ നാട് നീളെ കൊടുത്തുകൂടെ? നിങ്ങൾ എവിടെയാണ് ഇവർ? അടുത്ത കടകംപള്ളിയാ. ഈ പത്മകുമാർ എന്ന് പറയുന്ന 36-ാമത്തെ വയസ്സിൽ CPM-ന്റെ MLA ആയ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ നേതാവിന് എങ്ങനെയാ സ്വന്തം അബദ്ധം പറ്റുക? പത്മകുമാറിന്റെ മൊഴി എന്താ? അടുത്ത് എങ്ങോട്ടാ പോകേണ്ട? കടകംപള്ളിയിലേക്കല്ലേ? ഇത് CPM-ന്റെ ഭരണത്തിന്റെ പോലീസ് സംവിധാനത്തിന് മികം കൊണ്ടൊന്നുമല്ലല്ലോ. ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് സീല് വെച്ച കവറിൽ നേരിട്ട് കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം നടക്കുന്നതുകൊണ്ടല്ലേ കള്ളന്മാരെല്ലാം വിളിച്ചത് കൊണ്ടുവന്നത്. ഇതുപോലെ എന്തെല്ലാം വരാൻ വേണ്ടിയിരിക്കുന്നു. ശബരിമല പോലെയുള്ള ഇത്രയ്ക്കും പവിത്രവും പുരാണവും പുണ്യവുമായ ക്ഷേത്രത്തിലെ സ്വർണ്ണ മുതൽ കക്കാൻ ഇവർ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇവർ എന്തെല്ലാം കട്ടുമുടിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുക. കറണ്ട് ബില്ല്, നികുതി, സർവത്ര നികുതി, വീട് പണിയാൻ പറ്റുന്നില്ല, ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ പാവപ്പെട്ട മലയാളികളെ കൊങ്ങക്ക് പിടിച്ച് എല്ലാം കൂടി കുത്തിന് പിടിച്ചെടുത്തിട്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവന്നാലും രക്ഷപ്പെടാൻ കഴിയില്ല. മറ്റൊന്ന് KJ പറഞ്ഞു ഇവിടെ എന്തോ വലിയ വികസനം നടന്നെന്ന്. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ എയർപോർട്ടും കൊച്ചി വികസനത്തിന്റെ വലിയ വലിയ നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നപ്പം ഇവരുടെ സമീപനം എന്തായിരുന്നു? നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുക്കുമ്പം ഇവരുടെ സമീപനം എന്തായിരുന്നു? ഇവിടെ ഗെയിൽ ഗ്യാസ് പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുത്തപ്പോൾ ഇവരുടെ നേതാക്കന്മാരുടെ സമീപനം എന്തായിരുന്നു? ഇതാ വരുന്നു ജനങ്ങളെയെല്ലാം കൊന്നു കുഴിച്ചു മൂടാൻ ഒരു സംഭവം. ഇത് വലിയ അഗ്നിപർവ്വതം പോലെയാണ്. ഭൂമിക്കടിയിലൂടെ ഈ സാധനം വന്നിട്ട് നിങ്ങളുടെ വീടുകളെല്ലാം ബോംബ് സ്ഫോടനം നടന്ന പോലെ പൊട്ടിത്തെറിച്ചു പോകും. എന്റെ പ്രിയ ജനങ്ങളെ, ഉണരുവീനെന്ന് പറഞ്ഞ് ഇന്നത്തെ വ്യവസായ മന്ത്രിയുടെയൊക്കെ സമരം നടത്തിയില്ലേ? ഇവർക്ക് ഇരട്ടത്താപ്പാണ് കേരളത്തിൽ ആർക്കറിയാത്തത്. ഇതാരോടാ പറയേണ്ടത്? ഞാൻ പറയുന്നത് എന്നെ കിട്ടുന്നവർ എഴുതി വെച്ചോ. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് കിട്ടിയ അഭിപ്രായം പറയുന്നത് 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി CPM ചില സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായിട്ട് കാണാവുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് ഒരു 100 ഓപ്പൺ വോട്ടും ഒപ്പം തന്നെ ചില ആളുകൾക്ക് ചില സാമ്പത്തികവും മറ്റു ചില കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ CPM-ന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം ചില ബൂത്ത് പിടുത്തം, കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ചില ബൂത്ത് ക്യാപ്ചറിങ്ങിന്റെ പദ്ധതികളൊക്കെ വളരെ ആസൂത്രിതമായിട്ട് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിവരം പാർട്ടി സഖാക്കൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ട്. ഏതായാലും ഇതിനെയൊക്കെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തയ്യാറാണ്. ജനവിധിയെ എത്ര അട്ടിമറിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. 13-ാം തീയതി കേരള ജനത അവരുടെ ഈ 9.5 വർഷത്തെ ഭീകര ഭരണത്തോടുള്ള കൊടും ഭീകര ഭരണം ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത വിധം അവരെ ജീവിതത്തെ ദുർത്തകമാക്കി ഭരണത്തിനെതിരെയുള്ള ജനവിധി ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിവാദ വിഷയങ്ങളൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്പർശിക്കുന്നതല്ല. നിങ്ങൾ ആലോചിച്ചു മാധ്യമത്തെ കുറിച്ച് കഴിഞ്ഞ 9.5 വർഷക്കാലം കൊടും ഭീകര ഭരണമെന്നാണ് ബൈജു വർഗീസ് പറയുന്നത്. മറുപടി, ഒരു പത്രസ്ഥാപനം കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു വ്യക്തി ആ വ്യക്തി ചെയ്ത തെറ്റിന് പാർട്ടി നടപടിയെടുത്ത ഒരു വ്യക്തിയുടെ പുറകെ ക്യാമറയായിട്ട് നിങ്ങളുടെ മാധ്യമരംഗത്ത് നടക്കുന്നുണ്ടാ? ഇതാണോ മാധ്യമ പ്രവർത്തനം? എത്ര വൃത്തികെട്ട തരം താന്ന രൂപത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ പറയാണ്,
TV തുറക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ. അത്ര മ്ലേച്ഛമായിട്ടാണ് ചില ചാനലുകളിലെ ചർച്ച. അപ്പോഴാണ് ഒരു ഭാഗത്ത് സ്കെയിലുമായി തീവ്രത അളക്കാൻ പോകുന്നത്. തീവ്രത കൂടിയത്, തീവ്രത കുറഞ്ഞത്. ഈ സമൂഹം എവിടെ എത്തിച്ചു? ഇതാരെ എത്തിച്ചത്? ഇതിന്റെ ഉത്തരവാദിത്തം CPM-നില്ലേ? ശ്രീ ബൈജു വർഗീസ്, ഇത്തരത്തിൽ രോഷാകുലരായിട്ട് കാര്യമില്ല. മാധ്യമങ്ങളെ മാത്രം കുറ്റം പറയുന്നത് കൊണ്ട് എന്ത് കാര്യം? നിങ്ങളുടെ നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും തള്ളി പറഞ്ഞു. ഇന്നലെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് ആ നേതാവിനെ വിമർശിച്ചത്. എന്നിട്ട് താങ്കൾ മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇല്ലില്ല, ഞാൻ മരം മുറി ചാനലിന്റെ മാത്രം ഉദ്ദേശം പറഞ്ഞോളൂ. ഞാൻ മാധ്യമങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല. എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് ശ്രീ ബൈജു വർഗീസ്. ശ്രീ KJ ജോസഫ് മറുപടി. നമ്മൾ പരിശോധിക്കണം, നിങ്ങൾ കണ്ടു നോക്കാം, അപ്പൊ തിരിയും. 9.5 വർഷക്കാലം അതിഭീകര ഭരണമെന്നാണ് ആരോപണം. ബൈജു വർഗീസ് ഈ വിലവർധന എപ്പോഴും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പെട്രോളിന്റെ വിലവർധനയെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. പെട്രോൾ അദ്ദേഹത്തിനൊരു ഞാൻ പറയട്ടെ, കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പോലും ഇവിടെ കോൺഗ്രസ്സുകാർ പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയം കൂടെ നിങ്ങൾ കാണേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളല്ലോ ബ്രിട്ടാസിന്റെ പാലം പണിത് ഞങ്ങളല്ലോ. ഞാൻ പറയട്ടെ ബൈജു, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കാണേണ്ടതുണ്ട്, 64 ലക്ഷം പേർക്ക് അവരുടെ കുടുംബത്തിൽ തീ പോയാൻ സാഹചര്യം ഉണ്ടാക്കിയ ഗവൺമെന്റ് ഇപ്പൊ 1000 രൂപ വെച്ച് സ്ത്രീകൾക്ക്, 60 വയസ്സ് തികയാത്ത സ്ത്രീകൾക്കും അതുപോലെ തന്നെ അഭ്യസ്ത ചെറുപ്പക്കാർക്കും 1000 വെച്ച് കൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ നിലയിൽ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDF-ന് പങ്കില്ലാത്ത 2 ലക്ഷം കോടിയുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. എയർപോർട്ടും മെട്രോയും ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം പൂർത്തിയാക്കിയത് LDF ഗവൺമെന്റ് ആണ്. ഉമ്മൻചാണ്ടി കല്ലിട്ടത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, ഞങ്ങൾ അതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ വികസനങ്ങൾ പറയുമ്പോൾ ഒരു ഭാഗത്ത് ഏതാണ്ട് 1,20,00,000 വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പോകുന്ന പെൻഷനുകളെ കുറിച്ചും സഹായങ്ങളെ കുറിച്ചും ഞങ്ങൾ പറയുകയാണ്. ഈ നിലയിൽ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ BJP ഗവൺമെന്റ്, എന്റെ സുഹൃത്ത് സന്തോഷ് BJP നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ സ്ഥിതി എന്താണ്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം എത്തിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ? നമുക്കറിയാം, നമ്മുടെ അദാനി ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, മോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ സ്വത്ത് 40,000 കോടിയായിരുന്നു. അത് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഇന്ന് അദ്ദേഹം 23 ലക്ഷം കോടിയുമായി ലോകത്തിലെ 3ാമത്തെ കോടീശ്വരനായി വളർന്നു വന്നിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ മുകേഷ് അംബാനിയുടെ സ്വത്ത് ഏതാണ്ട് 80,000 കോടിയായിരുന്നു. അതിന്ന് 16 ലക്ഷം കോടിയായി വരുന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് 280 കോർപ്പറേറ്റ് ഹൗസുകൾ കോടാനുകോടി സ്വത്ത് വർദ്ധിപ്പിച്ചു എന്നത് ഒഴിച്ചാൽ ഇന്ത്യയിലെ സാധാരണക്കാരുടെ സ്ഥിതി എന്താണ്? സാധാരണക്കാരെ സഹായിക്കുന്ന നടപടി എന്താണ്? അപ്പൊ അതാണ് മോഡി ഗവൺമെന്റിനെ സംബന്ധിച്ചും മുമ്പ് വന്ന കോൺഗ്രസ് ഗവൺമെന്റുകളെ സംബന്ധിച്ച് അവരുടെ നിലപാട് ഞാൻ പറഞ്ഞോട്ടെ. അവരുടെ നിലപാട്, അവർ വികസനം എന്ന് പറയുമ്പോൾ അദാനിയുടെയും അംബാനിയുടെയും വികസനമാണ്. അവർ വികസനം എന്ന് പറയുമ്പോൾ 250 കോർപ്പറേറ്റ് ഹൗസുകളുടെ വികസനമാണ്. പക്ഷെ ഇവിടെ LDF ഗവൺമെന്റ് ഒരു ബദലായിട്ടുള്ള ഗവൺമെന്റ് ആണ്. ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നതാണ്. ഇവിടെ വികസനം എന്ന് പറയുന്നത് 30,000 സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണ്. ഇവിടെ വികസനം എന്ന് പറയുന്നത് റബ്ബറിന് 180 രൂപ കൊടുക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് റബ്ബർ ഇറക്കുമതി ചെയ്യാണ്. എന്ത് സഹായമാണ് കർഷകർക്ക് ചെയ്യുന്നത്? ഇവിടെ വന്യമൃഗത്തിന്റെ പ്രശ്നം സന്തോഷ് പറഞ്ഞു. വന്യമൃഗ സംരക്ഷണ നിയമം ഉണ്ടാക്കിയത് 972 കോൺഗ്രസ് ആണ്. 2002 വാജ്പേയി വന്നപ്പോൾ അത് അമെന്റ് ചെയ്ത് കഠിന നിയമമാക്കി. 2022 മോദി അത് ഏറ്റവും മോശപ്പെട്ട ഒരു നിയമമാക്കി. സാധാരണക്കാരെ, ജനങ്ങളെ മുഴുവൻ ക്രിമിനലുകളാക്കി മാറ്റുന്ന ഒരു മൃഗം, ഒരു പാമ്പ് വന്നാൽ തല്ലിക്കൊന്നാൽ പോലും മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടി വരുന്ന രൂപത്തിൽ ഒരു ക്രിമിനൽ നിയമമാക്കി ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തെ മാറ്റിയത് മോഡിയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വന്യമൃഗം വരുന്നു പിണറായി. എന്താ പിണറായി ചെയ്തത്? പിണറായി ഇവിടെ വെടിവെക്ക് വെക്കണം, നായാട്ട് വേണം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ്. ഇവിടെ പന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വൈൽഡ് ലൈഫ് വാർഡന്മാരായി ഓണററിയായി പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു നിയമം കഴിഞ്ഞ നിയമസഭയിൽ പാസാക്കിക്കൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മൃഗങ്ങളെ വെടിവെക്കാൻ അവസരം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് ആ നിയമം അയച്ച ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് എന്ന് പറയാം മൃഗങ്ങളുടെ പ്രശ്നമാണ്. 2002 മോഡിയാണ് ഈ നിയമം പാമ്പിനെ കൊന്നാൽ പോലും ജയിലിൽ പോകുന്ന പോലെ ആക്കിയത്. അപ്പൊ ജനങ്ങളെ പൊട്ടത്തരം പറഞ്ഞ്, കള്ളത്തരം പറഞ്ഞ്, നുണ പറഞ്ഞ് പ്രചണ്ഡമായ പ്രചരണം നടത്തി ജയിക്കാമെന്നാണ് UDF-ന്റെയും അതുപോലെ തന്നെ BJP നേതൃത്വത്തിനെയും ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെ NDA ആഗ്രഹിക്കുന്നെങ്കിൽ
ജനങ്ങളുടെ മുന്നിൽ വികസനത്തിന്റെ പാരാവാരം സൃഷ്ടിച്ചൊരു ഗവൺമെന്റ് നിൽക്കുകയാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ തിരക്കുകയാണ്. ഇപ്പൊ BJP ബൈജു വർഗീസ് ഉമ്മൻചാണ്ടി കല്ലിട്ട കാര്യം പറഞ്ഞു, കുറെ കാര്യങ്ങൾ ശരിയാണ്, ഞാൻ അംഗീകരിക്കും. പക്ഷെ ഈ ജില്ല, ഞാൻ വേറെ ഒരു കാര്യവും പറയുന്നില്ല, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 11 വർഷക്കാലമായി BJP ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഈ BJP ഗവൺമെന്റിന്റെ ഒരു കേന്ദ്ര പദ്ധതി, ഒരു മുട്ടുസൂചി, ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഈ ജില്ലയിൽ ഇവിടുത്തെ NDA നേതൃത്വം കൊണ്ടുവന്നതായിട്ട് എടുത്തു കാണിക്കാൻ വേണ്ടി പറ്റുമോ? അവരുടെ സ്വന്തം നിലയിൽ ഒന്നുമില്ല. ചില പദ്ധതികൾ സംസ്ഥാനത്തിന്റെ പ്രൊജക്ടുകൾ അംഗീകരിച്ചു വന്നു എന്നത് ഒഴിച്ചാൽ വേറൊരു പദ്ധതിയും ഒരു വികസനവും കേരളത്തിലേക്ക് കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ പദ്ധതി വിഹിതം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ 39,000 കോടി രൂപ പദ്ധതി വീതം കിട്ടിയത് 19,000 വെട്ടിക്കുറച്ചു എന്നതൊഴിച്ചാൽ മുണ്ടക്കൈ പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൊറോണ പോലുള്ള, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലുള്ള ദുരിതം ഉണ്ടായപ്പോൾ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നമ്മുടെ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തു എന്നൊഴിച്ചാൽ കേരളത്തെ ഒരു ശത്രുവായി കാണുന്ന, ഒരു ഫണ്ടും തരാത്ത, എല്ലാ പദ്ധതിയും വെട്ടി ചുരുക്കി ഈ കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് വികസന രംഗത്ത് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ, ഇപ്പൊ ഹൈവേ തുടങ്ങിയപ്പോ ഈഴാറ്റൂരിൽ പോയി PM സുധീരൻ പോയില്ലേ, സുരേഷ് ഗോപി പോയില്ലേ, കൃഷ്ണദാസ് പോയില്ലേ, അതുപോലെ മലപ്പുറം SDPI സമരത്ത് ഉദ്ഘാടനം ചെയ്യാൻ VM സുധീരൻ പോയത് ഓർമ്മയില്ലേ, KM മുരളീധരൻ പോയത് ഓർമ്മയില്ലേ? അപ്പൊ ഈ പദ്ധതികളൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതൊഴിച്ചാൽ ആ കേന്ദ്രത്തോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പൊ ബൈജു വർഗീസ് ഇവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. മറിച്ച് എന്നാൽ ക്രൂരമായ പെട്രോളിന്റെ ഈ വില വർധനയെ കുറിച്ച് 50 രൂപയ്ക്ക് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ 50 രൂപയ്ക്ക് അത് കിട്ടുമ്പോൾ എന്ന് K. സുരേന്ദ്രൻ ചാനലിൽ വന്ന് പറഞ്ഞ് ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുകയാണ്. ഇതിനെതിരെ ഇത് തെറ്റാണെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബൈജു തയ്യാറാകുന്നില്ല. ആ വോട്ടും കൂടെ ഞങ്ങൾ എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജയിക്കും എന്നാണ് ധരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ശരി, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ജോസഫ്, എനിക്ക് റേഞ്ച് പോവാണ്, അതുകൊണ്ട് എനിക്ക് 1 മിനിറ്റ് സമയം തരണം. അല്ല, എനിക്ക് 1 മിനിറ്റ് സമയം തരണം, ഒറ്റ മിനിറ്റ് സമയം തരണം. ബൈജു വർഗീസ് പറഞ്ഞോളൂ. എനിക്ക് 1 മിനിറ്റ് സമയം തരണം, പറഞ്ഞോളൂ. 1 മിനിറ്റ് സമയം തരണം. KJ ഈ തോന്നിയവാസങ്ങൾ പറയുമ്പോൾ എനിക്ക് 1 മിനിറ്റ് സമയം തരണം. ഈ പച്ചക്കളവ് KJ വിളിച്ചു പറയുമ്പോൾ എനിക്ക് മറുപടി പറയാൻ സമയം തരണം. നീതികേട് കാണിക്കരുത്. പറയൂ ബൈജു വർഗീസ്, പറയൂ. ഞാൻ പറയാം. കേരളത്തിൽ പിണറായി വിജയന്റെ വികസനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പിണറായി വിജയന്റെ വികസനം എന്ന് പറയുന്നത് ഞാൻ പറയാം KJ ആ സമയം എന്താ ഞാൻ പറയാം. കേരളത്തിൽ കറണ്ട് വെള്ളത്തിന്റെ ചാർജ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് കേരളത്തിലെ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനം പോലുള്ള ഈ പറയുന്ന വിവാദങ്ങൾ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയതല്ല. ശ്രീ K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ മാലിയിൽ ഏതോ സ്ത്രീ വന്നു, ഇവിടെ എന്തോ ഒരു വലിയ സംഭവം നടത്തി എന്ന് പറഞ്ഞ് നമ്പി നാരായണൻ ഉൾപ്പെടെ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് K. കരുണാകരൻ രാജിവെച്ച് പോകേണ്ടി വന്നത്. അന്നും ഒരു സ്ത്രീ വിഷയമാണ് ഉയർത്തിക്കൊണ്ടു വന്നത്. ആ വിഷയത്തിൽ K. കരുണാകരൻ രാജിവെക്കുകയും കോൺഗ്രസിൽ കലാപം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അത് പിന്നീട് അന്വേഷണം തെളിഞ്ഞിട്ടുണ്ട് അത് നടത്തിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന്. പിന്നീട് ശ്രീ AK ആന്റണി വന്നപ്പോഴും അതുപോലെ ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാം മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനും കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ഭാഗമായി ശരി. ശ്രീ KJ ജോസഫ്, സമയക്കുറവുണ്ട്. ശ്രീ ബൈജു വർഗീസ് പറഞ്ഞോളൂ. പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ വികസനം നടന്ന കാര്യം KJ ജോസഫ് പറഞ്ഞു. എനിക്ക് സമയം തരണം. KJ വെറുതെ സംസാരിച്ച് സമയം കളയരുത്. അവർ തന്നെ ഉണ്ടാക്കുന്ന KJ സമയം കളയരുത്. എനിക്ക് അവസരം തരണം. ഞാനെന്നെ പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥ വരും. എനിക്ക് ഇതിൽ ഒച്ചയുണ്ട്, ഇനി ഞാൻ പറയാം. കറണ്ട് വെള്ളം ചാർജ് വികസിപ്പിച്ച പിണറായിയാണ്. ഇന്ധന സെസ് വികസിപ്പിച്ച പിണറായിയാണ്. വീട്ടുനികുതി വികസിപ്പിച്ച പിണറായിയാണ്. കെട്ടിട പെർമിറ്റ് ഫീ വികസിപ്പിച്ച പിണറായിയാണ്. വസ്തു രജിസ്ട്രേഷൻ ഫീസ് വികസിപ്പിച്ച പിണറായിയാണ്. തൊഴിലില്ലായ്മ വികസിപ്പിച്ചത് പിണറായിയാണ്. കേരളത്തിന്റെ പൊതുകടം 1,52,000 കോടിയിൽ നിന്നും 9 വർഷം കൊണ്ട് 4 ലക്ഷം കോടിയാക്കി വികസിപ്പിച്ച പിണറായിയാണ്. ബീവറേജുകളും ബാറുകളും കൂണുപോലെ തുടർന്ന് വികസിപ്പിച്ച പിണറായിയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങളുടെയും വില വികസിപ്പിച്ച പിണറായിയാണ്. സപ്ലൈകോയിൽ സാധനമില്ലെന്ന് ബോർഡ് വെപ്പിച്ച് വികസിപ്പിച്ച പിണറായിയാണ്. യുവതലമുറയെ കൂട്ടത്തോടെ ജോലിയില്ലാതെ വിദേശത്തേക്ക് തള്ളിയിട്ട് പാവപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധസദനത്തിലും അനാഥാലയങ്ങളിൽ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് പിണറായി വിജയനാണ്. അതിദരിദ്രരായിരുന്ന PSC ചെയർമാൻമാരുടെയും അംഗങ്ങളുടെയും ശമ്പളം പല ലക്ഷങ്ങളായി വികസിപ്പിച്ച പിണറായി വിജയനാണ്.
നോക്കുകൂലി നിൽക്കുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലമായി കേരളത്തെ മാറ്റിയത് പിണറായി വിജയനാണ്. ഒരു സേവനവും നൽകാതെ കരിമണൽ കാർത്തയിൽ നിന്ന് കോടികൾ വാങ്ങി മകളുടെ ബാങ്ക് അക്കൗണ്ട് വികസിപ്പിച്ച പിണറായി വിജയനാണ്. ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിച്ച് വികസനം നടത്തിയതും പിണറായി വിജയനാണ്. ഇവിടെ മോദിയുമായി പാലം സൃഷ്ടിക്കുകയും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ബ്രിട്ടാസിനെ പോലെയുള്ള മുന്നമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മതേതര സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പ്രവർത്തിച്ചതും പിണറായി വിജയനാണ്. ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും. 13-ാം തീയതി ആ ഫലത്തിനെ നമുക്ക് കാത്തിരിക്കാം. മറ്റ് യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്നുള്ളത് ജനത തെളിയിക്കും. നിങ്ങൾക്ക് കാത്തിരുന്ന ആ ഫലം കാണാം. ശ്രീ സന്തോഷ് സ്റ്റീഫൻ, നേരത്തെ ശ്രീ KJ ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോദി ഭരണത്തിൽ ഈ കുത്തകകൾ മാത്രമാണ് വികസിക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ കേരളത്തിലോ കണ്ണൂർ ജില്ലയിലോ ഏതെങ്കിലും ഒരു പദ്ധതി മോദി സർക്കാർ അല്ലെ BJP സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുക? എനിക്ക് ആവശ്യമായ സമയം തരണം. കാരണം രണ്ടു കൂട്ടർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് BJP സർക്കാരിന്റെ വികസനങ്ങൾ താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഒരുപാട് ക്ഷേമ പദ്ധതികൾ നമുക്കറിയാം. കിസാൻ സമ്മാൻ നിധി എന്നൊരു പ്രോഗ്രാം പ്രധാനമന്ത്രി അന്ന് തുടങ്ങി ഇന്ന് വരെ 6000 രൂപ ഓരോ കർഷകന്റെ അക്കൗണ്ടിൽ കൊടുക്കും. ഇപ്പോൾ ആദ്യം മുതൽ തുടങ്ങിയ ആളുകൾക്ക് 42,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സകൾക്ക് നമുക്കറിയാലോ, സൗജന്യ ചികിത്സ 5 ലക്ഷം രൂപ വരെയുള്ളത് ചികിത്സ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷിക്കാർക്ക് നമുക്ക് യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കാൻ വേണ്ടി 50% സബ്സിഡിയിൽ യന്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗജന്യ അരി, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കായി മരുന്ന് മേടിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രഷർ ഷുഗർ രോഗ് നിശ്ചയമായിട്ട് മരുന്ന് മേടിക്കേണ്ട ആളുകൾക്ക് നിസാര വിലയ്ക്ക്, അതായത് നമ്മൾ മറ്റു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിന് 4-1 വിലയ്ക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വികസനം എല്ലാ തരത്തിലുമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ അടിസ്ഥാന രംഗത്തും സൈനിക രംഗത്തും സാമ്പത്തിക രംഗത്തും ടെക്നോളജി മേഖലയിലും ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം മുന്നേറാത്ത ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. കാരണം കേരളം എന്നും ഒരു കുത്തഴിഞ്ഞ സംവിധാനമായിരിക്കും. ഒരു കാര്യം ചെയ്താൽ, ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ കണക്കും കാര്യങ്ങളും കൊടുക്കണം. എല്ലാം ഓഡിറ്റബിൾ ആയിരിക്കണം. ഇത് കണക്കും കാര്യങ്ങളും കൊടുക്കാതിരുന്നിട്ട് കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്നും പറഞ്ഞ് 5 വർഷം മുമ്പ് ഈ CPM-ന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഈ 5 വർഷ കാലാവധി ഉണ്ടായിട്ടും അത് കൊടുക്കാതെ അവസാനം ഇറങ്ങിയിട്ട് 200 രൂപ കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇത്തരത്തില് ഓരോ കാലങ്ങളിലും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ 5 വർഷം പൂർത്തിയായിട്ടില്ല, ഇനിയും മാസങ്ങളുണ്ട്. 5 വർഷം പൂർത്തിയായിട്ടില്ല, ഇനിയും മാസങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ പറയുന്നു ഇവിടെ അദാനി അംബാനിയുടെ ഒക്കെ സമ്പത്ത് വർദ്ധിച്ചെന്ന്. അത് തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുള്ളതേ. നമ്മൾ എല്ലാ മേഖലയിലും വികസിക്കാനുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. മോദി സർക്കാർ ഭരണത്തിൽ എടുക്കുമ്പോൾ 11ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി 11 ആയിരുന്നു. ഇന്നത് 3ലേക്ക് വളർന്നെങ്കിൽ അതിനനുസരിച്ച് ഇന്ത്യയിലെ വ്യവസായങ്ങൾ. പക്ഷെ ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ലെന്നാണ് CPM ആരോപിക്കുന്നത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനം കേരളത്തിലേക്ക് വരണമെങ്കിൽ കേരളം അതിനനുസരിച്ച് പ്രതികരിക്കണം. ക്ഷേമ പദ്ധതികൾക്കും വികസന പദ്ധതികൾക്കും ആനുപാതികമായ പണം കെട്ടിവെക്കാൻ കേരളം തയ്യാറല്ല. കാരണം കേരളം അഴിമതി നടത്തി 6 ലക്ഷം രൂപ കടബാധ്യതയാക്കി കടം വീട്ടാൻ വേണ്ടി വീണ്ടും കടമെടുക്കുന്ന ഭയങ്കരമായ ഒരു സംവിധാനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഈ കേരളം എന്നും കേന്ദ്രത്തിന്റെ പുറംതിരിഞ്ഞ് നിന്നിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് കേന്ദ്രത്തിൽ പോയി ആവശ്യമായ സമയത്ത് ആവശ്യമായി മേടിക്കുന്നുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടുന്ന, അതായത് സാധാരണ വിദ്യാർത്ഥികൾക്ക് നല്ല ഹൈടെക് ലെവലിൽ പഠിക്കാനുള്ള PM ശ്രീ പോലുള്ള പദ്ധതികളെ ആദ്യം എതിർത്തു. ആർക്കായിട്ട് നഷ്ടം വരുന്നത്? ഗവൺമെന്റ് സ്കൂളുകൾക്കായിട്ട് കൊടുക്കുന്നത്, നല്ല എയ്ഡ് സ്കൂളിൽ സാധാരണക്കാരന് കിട്ടുന്ന അവസരങ്ങൾ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നശിപ്പിച്ചില്ലേ? 40% ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സീറ്റുകൾ, ഡിഗ്രി കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ സീറ്റ് കഴിഞ്ഞ കേരളത്തിൽ എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നിലവാരം തകർത്ത് തരിപ്പണമാക്കി. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. അതിലൂടെ എത്ര സാമ്പത്തിക നഷ്ടമാണ് ഈ കേരളത്തിലുണ്ടാകുന്നത്? അതുപോലെ തന്നെ ജോലിയുണ്ടോ? ഇവിടെ വ്യവസായങ്ങളും പദ്ധതികളും ഇല്ലാത്തതുകൊണ്ട് യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നില്ല. കേരളത്തിന് പുറത്തുള്ള തൊഴിലുണ്ട്. എല്ലാ ഇത്തരത്തില് മൊത്തം. അതുപോലെ ഞാൻ പറഞ്ഞ യുവജനങ്ങളെ മാത്രമല്ല, വിദ്യാർത്ഥികളെ മാത്രമല്ല, കർഷകരെ, എല്ലാ ആളുകളെയും വഞ്ചിച്ച് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കേരളത്തിൽ പിണറായി സർക്കാർ. അതുപോലെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്നെടുത്തു. ശരി, സമയക്കുറവുണ്ട് ശ്രീ സന്തോഷ് സ്റ്റീഫൻ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാനൊരു കാര്യം എന്റെ സുഹൃത്തിനോട് പറയട്ടെ. നിങ്ങൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞല്ലോ പിണറായി സർക്കാർ പന്നിയെ വെടിവെക്കാനുള്ള നിയമം കൊണ്ടുവന്നു. ഇത് എത്രയോ കാലം മുമ്പ് ചെയ്യാം.
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വനം വന്യജീവി നിയമം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. അതായത് സ്റ്റേറ്റിനും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ അധികാരമാണ്. വനം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ നിയമം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നീട് ആ നിയമം മാറ്റേണ്ടത് കേന്ദ്രമാണ്. ശ്രീ സന്തോഷ് സ്റ്റീഫൻ, ആ നിയമം മാറ്റേണ്ടത് കേന്ദ്രമാണ്. അതിന് സംസ്ഥാനത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. സമയക്കുറവുണ്ട്, ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുമോ എന്ന വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിച്ച. അക്കാര്യത്തിൽ തീരുമാനമറിയാൻ നമ്മൾ ഡിസംബർ 13 വരെ തന്നെ കാത്തിരിക്കണം. ഡിസംബർ 13 ഉച്ചയോടെ തന്നെ ആർക്കൊപ്പം നിന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ വിവാദങ്ങൾക്കിടയിലും മുന്നണികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പ്രചരണം കനപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയുമാണ്. ഓപ്പൺ ഫോറത്തിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.